ഹായ് ഗായ്സ്, ഇതൊരു ഭൂതകാല വീഡിയോ ആണ്. എന്ന് വെച്ചാൽ ഒരു ടൈം ട്രാവൽ. മനസ്സിലായില്ലല്ലേ? ഈ വീഡിയോ നടക്കുമ്പോഴത്തേന് അമ്മ ഉല്ലാസയാത്രയ്ക്ക് നാത്തുന്റെ വീട്ടിൽ പോയിരിക്കുകയാണ്. അപ്പൊ അമ്മ വന്നില്ലേ ചേച്ചി എന്ന് ചോദിച്ചാൽ അമ്മ വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് ഭൂതകാലമെന്ന്. ക്രിസ്റ്റഫർ നോളൻ വരെ തോറ്റുപോകുന്ന ടൈം ട്രാവൽ. ബ്രേക്ക്ഫാസ്റ്റിനുള്ള അപ്പവും പൊന്നൻ ചമ്മന്തി റെഡിയായ സ്ഥിതിക്ക് ഒരു പൊടിച്ചമ്മന്തി ഉണ്ടാക്കിയാലോ എന്ന് മനസ്സ് വെമ്പി. എന്ത് ചേച്ചി അതെന്നല്ലേ? തേങ്ങ, ഉപ്പ്, മുളക് പൊടി, കുറച്ചധികം കൊച്ചുള്ളിയും മിസ്കിയിലിട്ട് ഡ്രുമാക്കി കടുവറുത്ത് തട്ടി തൊറു കിണ്ടിയെടുത്താൽ ചമ്മന്തിപ്പൊടി അഥവാ വറുത്ത ചമ്മന്തി റെഡിയായി. ഇതിന്റെ ഒഫീഷ്യൽ നെയിം ഇതാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാമേലെ പിള്ളേ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോ ചാച്ചൻ ഉച്ചത്തേക്ക് കാന്താരി ചമ്മന്തി, മാങ്ങ അച്ചാറ്, മുട്ട പൊരിച്ചത് മതിന്ന്. എന്നാ പിന്നെ ഒരു പൊന്നൻ ഒഴിച്ചു കൂട്ടാനും ഇരിക്കട്ടെ എന്ന് ഞാനും കരുതി. പൊന്നൻ പുളിശ്ശേരിയല്ല, മുദ്ര ശ്രദ്ധിക്കണം. ഇതിന്റെ റെസിപ്പി പതിയെ ഇടാമേ. ഒരു റെസിപ്പി ഇപ്പൊ കഴിഞ്ഞല്ലേ ഉള്ളൂ. ഇന്നത്തെ കോട്ട കഴിഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഫ്രിഡ്ജിലിരിക്കുന്ന ബസ്മതി റൈസ് എന്റെ ഉൾക്കണ്ണിൽ തെളിഞ്ഞത്. എന്നാൽ വരൂ, നമുക്കൊരു എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലാതെ എഗ് ഫ്രൈഡ് റൈസിന്റെ പണിപ്പുരയിൽ ഞാൻ ഊളിയിട്ട് നീന്തി. ഫ്രൈഡ് റൈസ് വേണോ ചാച്ച എന്ന് ചോദിച്ചപ്പോ കാന്താരി ചമ്മന്തി ഉണ്ടെങ്കിൽ പുള്ളിക്കാരന് ചോറ് തന്നെ പ്രഥമം. എന്നാ പിന്നെ എഗ് ഫ്രൈഡ് റൈസ് എന്റെ ദീപമോൻ വരുമ്പോൾ കൊടുക്കാം. സുടുസുടാ മുട്ട പൊരിച്ചപ്പോ ചാച്ചനും പൊന്നന്റെ ലഞ്ച് റെഡിയായി. ദീപമോൻ എത്തിയതോടെ ഫ്രൈഡ് റൈസിന്റെ കാര്യത്തിലും തീരുമാനമായി. അപ്പൊ ബൈ ബൈ.